അപ്പോൾ ഇത് ഏതിൻ്റെ വിത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. ഇന്ന് ഞാൻ ഒരു ഗാർഡൻ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് ന്യൂസിലൻഡിൽ നമുക്കറിയാം സ്പ്രിങ് തുടങ്ങി എന്ന് പറഞ്ഞെങ്കിൽ സ്പ്രിങ് ഇപ്പോൾ നമുക്ക് 1 മാസം കഴിഞ്ഞു, സെപ്റ്റംബർ അവസാനമാകാറായി അല്ലേ. നമുക്ക് നടേണ്ട സമയമാണ്, എല്ലാ ചെടികളും നടേണ്ട സമയമാണ്. അപ്പോൾ വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തുകളൊക്കെ മുളപ്പിച്ച് കാണുമെന്ന് കരുതുന്നു. മുളപ്പിക്കാത്തവർ ഇനിയെങ്കിലും മുളപ്പിച്ചില്ലെങ്കിൽ നമുക്ക് മുളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ സമയം കഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഗാർഡൻ ബെഡുകളെല്ലാം നന്നാക്കിയിട്ടിട്ട് ഒരുക്കിയിട്ടിരിക്കുന്നവർക്കെല്ലാം ചെടികൾ നടേണ്ട സമയമാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നടുന്നതെന്നാണ് ഞാൻ ഇന്ന് പറയാൻ കേട്ടോ. ഏതൊക്കെ ചെടികളാണ് നമുക്ക് ഈ സമയത്ത് നടാൻ പറ്റുന്നതെന്നാണ് ഇന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഞാൻ എന്തിനാ ഈ സ്വർണ്ണപ്പെട്ടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നല്ലേ. സ്വർണ്ണപ്പെട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ എൻ്റെ വിത്ത് ശേഖരണം കാണിക്കാമെന്ന് ഓർത്തെന്നാണ്. എൻ്റെ വിത്ത് ശേഖരണത്തിന് ഞാൻ കുറേ വിത്തുകളൊക്കെ എടുത്ത് പാകി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇട്ടിരിക്കാം. കുറച്ച് പാകി, കുറച്ച് മുളച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വിത്ത് ശേഖരണം നിങ്ങളെ കാണിക്കാം. എങ്ങനെയാണ് ഞാൻ ഓരോ വർഷത്തിൻ്റെ അവസാനം വിത്തുകൾ ഇതുപോലെ സംരക്ഷിച്ച് വെക്കുന്നത്. അങ്ങനെ സംരക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ വർഷവും പുതിയതായിട്ട് നമുക്ക് വിത്ത് വാങ്ങിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വിത്ത് ഉപയോഗിച്ച് പാകി നമുക്ക് മുളപ്പിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വിത്ത് ശേഖരണമുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ കുറേ വിത്തുകൾ ഞാനിവിടെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ എണ്ണം ഞാൻ വാങ്ങിച്ച വിത്തുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല, നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ചിലപ്പം കേടായി പോയതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പുതിയത് വാങ്ങിച്ചു നടാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വിത്ത് ശേഖരണം കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ ബെഡുകളിലൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത്. അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ വിത്ത് ശേഖരണം കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷത്തേതും അതിന് മുമ്പത്തെ വർഷത്തേതും ഒക്കെ ഉണ്ട്. കുറേ എണ്ണം ഞാൻ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് നമ്മൾ വാങ്ങിച്ചതും ഉണ്ട് കേട്ടോ. പല സമയത്ത് വാങ്ങിച്ച വിത്തുകളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പാവലിൻ്റെ 2024 കഴിഞ്ഞ വർഷം എടുത്ത് വെച്ച പാവലിൻ്റെ വിത്തുകളാണ്. അതുപോലെ പാവലിൻ്റെ വേറെ വിത്തുകളും ഉണ്ട് കേട്ടോ പല സമയത്തും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പലരുടെ കയ്യിൽ നിന്ന് ഓരോ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്നതും അങ്ങനെയൊക്കെയുള്ള പാവലിൻ്റെ വിത്തുകളൊക്കെയാണിത്. പാവല്, ഇത് വെണ്ടയുടെ കുരുവുണ്ട്. അതുപോലെ ഇത് പാഴ്സലിയുടെ വിത്തുകളുണ്ട്. പിന്നെ നമ്മുടെ സ്പ്രിംഗ് അണിയൻ്റെ ഇതുണ്ട്, വിത്തുണ്ട്. റോക്കറ്റ് എന്ന് പറഞ്ഞാൽ സാലഡ് ലീവ്സിലോട്ട് ഇടാൻ പറ്റുന്നതാണ് ഈ റോക്കറ്റിൻ്റെ. ഇത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് മല്ലിയുടെ കാവ് എടുത്തിരിക്കുന്നതാണ്. മല്ലി എപ്പോഴും നമ്മൾക്ക് വീട്ടിൽ കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മളല്ലാതെ കറി വയ്ക്കാൻ വേണ്ടി മേടിക്കുന്ന മല്ലികൾ ഒരിക്കലും നട്ടെങ്കിലുണ്ടാകത്തില്ല. അത് ട്രീറ്റഡ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ളത് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സീഡിൻ്റെ മാത്രം വാങ്ങിച്ചെടുത്താലേ അത് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് പല തരത്തിലുള്ള ബീൻസുകൾ. ഇത് ബ്രോഡ് ബീൻസാണ്. ഇത് കാണുന്ന ബ്രോഡ് ബീൻസ്, അതുപോലെ തന്നെ ക്ലൈംബിംഗ് ബീൻസ്, അല്ല സാധാരണയുള്ള ബീൻസ്, അങ്ങനെ പല വെറൈറ്റി ബീൻസ് ഉണ്ട്. ഇനി ബീട്രൂട്ടിൻ്റെ, ഇത് ഞാൻ വാങ്ങിച്ചത് തന്നെയാണ്. ബീട്രൂട്ടിൻ്റെ വിത്ത്, ഇത് സ്പിനാച്ചിൻ്റെ വിത്തുണ്ട്. ഇതിവിടെ എനിക്ക് ഒരാൾ അയച്ചു തന്നാണ്. ഞാൻ ഒരാളുടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇങ്ങനെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കണ്ട് വാങ്ങിച്ചതാണ്. മുരിങ്ങ സീഡ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് നട്ട് നോക്കണം. മുരിങ്ങയുടെ കുരുവാണ്. മുരിങ്ങക്കുരു ഉണ്ടാകുമെന്ന് നട്ട് നോക്കണം. ഒരു പ്രാവശ്യം ഞാൻ കഴിഞ്ഞ വർഷം ഒരെണ്ണം മാത്രമേ നട്ടുള്ളൂ. അത് ഉണ്ടായി വന്നു, പക്ഷേ അത് കരിഞ്ഞുപോയി. ഉണ്ടായി വന്നെങ്കിലും. അപ്പോൾ ഈ വർഷം നട്ട് നോക്കാൻ പറ്റും. ഗ്ലൂക്കോൺ ഉണ്ട്. ഗ്ലൂക്കോൺ ഇങ്ങനെ എനിക്ക് ഒരാൾ തന്നാണ്. ഇവിടെ എൻ്റെ ഒരു ചെടി വാങ്ങിക്കാൻ വേണ്ടി വന്ന ഒരാൾ എനിക്ക് തന്നിട്ട് പോയതാണ്. അപ്പോൾ ഒന്ന് കഴിഞ്ഞ വർഷം നട്ടുണ്ടായി. അതിൻ്റെ വിത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് വേറെ ഇതെന്താണ്? അയ്യോ, ഇതിൻ്റെ പേര് എഴുതിയിട്ടില്ലല്ലോ. ഇതിൻ്റെ അകത്ത് ചാടിപ്പോയല്ലോ. ഇത് കണ്ടിട്ട് സ്പിനാച്ചാണ്. സ്പിനാച്ചിൻ്റെ വിത്താണ്. ഇത് സ്നോപ്പിയുടെ ഇത് ഞാൻ വാങ്ങിച്ചത് തന്നെയാണ്. കഴിഞ്ഞ വർഷം നട്ടിട്ടിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ചൈവ്സ്, ഇത് ഗാർലിക് ചൈവ്സ്. ഇത് നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണം കിട്ടും ഇത് വെളുത്തുള്ളി ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇതുപോലത്തെ ഇല പറിച്ചിട്ടാൽ മതി കേട്ടോ. വെളുത്തുള്ളിയുടെ ഗാർലിക് ചൈവ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് സ്നാപ്പീസിൻ്റെ ബീൻസിൻ്റെ പല വെറൈറ്റി ബീൻസുകളുണ്ട്. അപ്പം കുറച്ചൊക്കെ ഞാൻ എടുത്ത് പാകി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ മുളച്ച് വരുന്നുണ്ട്, കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ ദിവസങ്ങളിൽ ഇതൊക്കെ നടണം. അല്ലെങ്കിൽ ഇപ്പം കാലാവസ്ഥ ചൂടായി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നട്ടില്ലെങ്കിൽ നമുക്ക് ഒത്തിരി സമയം കിട്ടത്തില്ല. പെട്ടെന്ന് തണുപ്പായി കഴിയുമ്പോൾ എല്ലാം തീരുമല്ലോ. അതുകൊണ്ട് ഇത് കോണിൻ്റെ ഉണ്ട്. ഇത് വീണ്ടും പാവൽ. ഇത് ഒരു കാന്താരിമുളകുണ്ട്. അപ്പോൾ ഇതൊന്ന് നട്ട് നോക്കണം. എവിടുന്നോ കിട്ടിയ ഒരു കാന്താരിമുളകാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്ന. അത് നട്ട് നോക്കണം. അങ്ങനെയൊക്കെയുള്ളതാണ് എൻ്റെ വിത്ത് ശേഖരണം. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നടാൻ വേണ്ടിയൊക്കെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇപ്പം നട്ടില്ലെങ്കിൽ നമുക്ക് അത് കഴിയുമ്പോഴത്തേക്ക് വിൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് നടാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഒരു 4 മാസമെങ്കിലും കിട്ടണമെങ്കിൽ ഇപ്പോഴെങ്കിലും കുഴിച്ച് വെക്കണം. അപ്പം ഇതുപോലെ പാകിയിട്ടില്ലാത്തവർ നമുക്ക് പല ഗാർഡൻ സെൻറ്ററുകളിലും
അപ്പോൾ ഇവിടെ നമുക്ക് ഈ വീക്കെൻഡ് ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഗാർഡൻ ബെഡൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസം കൊണ്ടുപോയി നടണം ചെടികളല്ല. ഇനിയെങ്കിലും നട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലേറ്റായി പോകും. ഇതാണ് മുരിങ്ങയുടെ വിത്താണ് കേട്ടോ. ഇത് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇത് കുറച്ച് വർഷമായിട്ട് എൻ്റെ ഇരിക്കുന്ന കുരു. അപ്പം നമുക്കിതൊന്ന് നട്ട് നോക്കാം. ഞാൻ ഇതുപോലത്തെ എനിക്ക് 3-4 കുരു കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഞാൻ നട്ടായിരുന്നു. ഒരെണ്ണം മുളച്ച് വന്നു, പക്ഷേ അത് കരിഞ്ഞു പോയി. ഇതിപ്പോൾ എനിക്ക് നടാൻ ഓർത്തു. ഇനി ഈ വിത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് പുളി. നമ്മൾ ഞാൻ വാങ്ങിച്ച പുളിയുടെ വിത്താണ് കേട്ടോ. ഇത് പുളി നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇരിക്കുമല്ലോ. ഇതൊന്നും ഉണ്ടാകുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ വാങ്ങിച്ച ഇതിൻ്റെ അകത്ത് ഇരുന്ന ആണിത് പുളിയപ്പം. അപ്പോൾ എന്നോർത്തു ഇത് ഒന്ന് നട്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെ വെറുതെ ഒന്ന് നട്ട് നോക്കാം. ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയത്തില്ല. ചിലയിടത്ത് പക്ഷേ പുളിയുടെ വലിയ മരം നിൽക്കുന്ന, ഇങ്ങനെ മരമല്ല, ചെറിയൊരു തൈകളൊക്കെ വിൽക്കാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടാകുമോ എന്നറിയത്തില്ല. ഞാനിതുവരെ ഇവിടെ ഉണ്ടായി കിടക്കുന്ന കണ്ടിട്ടില്ലായിരിക്കും. പക്ഷേ നട്ട് നോക്കാൻ നോക്കാം. ഇപ്പം ഞാൻ എല്ലാ സാധനങ്ങളും നമ്മൾ നടാൻ അപ്പം ഞാൻ കുറേ വിത്തുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പയറിൻ്റെ വിത്തുണ്ട്. ഇത് ബീൻസിൻ്റെയാണ്. ബീൻസിൻ്റെ വിത്തുണ്ട്. അതുപോലെ തന്നെ പയർ, പാവൽ, ഇനി ഇത് പുളിയുടെ, ഇത് നമ്മുടെ മുരിങ്ങയുടെ, ബീൻസ്, കോണ് ഒക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തിട്ട് നമുക്കങ്ങ് നടാം. നിലത്ത് നമ്മൾ കൊണ്ടുപോയി മണ്ണിൻ്റെ അകത്ത് വെച്ചെങ്കിലും കുറച്ച് സമയം എടുക്കുമല്ലോ അതിന് വെള്ളം പിടിച്ച് വരാൻ. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് കുതിർന്ന് കഴിയുമ്പം നമുക്ക് പയറൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് സമയം ഒരു കടലാസിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അകത്തോ തുണിക്കകത്തോ ഒക്കെ പൊതിഞ്ഞ് വെക്കുവാണെങ്കിൽ നമുക്കറിയാമല്ലോ അതിന് മുള വരും. മുള വന്നിട്ട് അങ്ങോട്ട് വേണേൽ കുറച്ചും കൂടി എളുപ്പത്തിലങ്ങ് വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് ചിലപ്പം മുള വന്നിട്ടായിരിക്കും നടുന്നത്, അല്ലെങ്കിൽ ചിലപ്പം മുള ഇല്ലാതെ ആണെങ്കിലും നടും. 2 തരത്തിൽ നട്ടാലും ഉണ്ടാകും. പിന്നെ കുറച്ച് സമയം കൂടുതലെടുക്കും മുളയില്ലാതെ നട്ടെങ്കിൽ. മുള വന്നിട്ട് നടുവാണെങ്കിൽ കുറച്ച് നേരത്തെ. മഴയുടെയൊക്കെ രീതി അനുസരിച്ച് നമുക്ക് നാളെ മഴയില്ലെങ്കിൽ നമുക്ക്, ഇപ്പോൾ അടുത്ത ദിവസം മഴയില്ലെങ്കിൽ ഞാൻ ചിലപ്പം ഇത് നേരെ മുള വരുന്നതിന് മുമ്പിലേ കൊണ്ട് നട്ടുന്നിരിക്കും. മഴയുണ്ടെങ്കിൽ നമ്മൾ ഇത് മുള വന്നിട്ട് നടാൻ വെക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് നട്ട് ഉണ്ടാക്കിയെടുക്കാം. ന്യൂസിലൻഡിൽ നമുക്കറിയാമല്ലോ ഭയങ്കര പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പം കുറച്ചെങ്കിലും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് നമുക്കൊരു 4-1 കുറയ്ക്കാൻ പറ്റും കേട്ടോ. അതായത് നമുക്ക് 4-1 ഭാഗം കുറയ്ക്കാൻ പറ്റും. പച്ചക്കറികളുടെ ഭാഗം കുറയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് വിഷമൊന്നും ഇല്ലാതെ നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ സീഡുകൾ സൂക്ഷിച്ച് വെക്കാത്തവർക്ക് സീഡായിട്ട് നമുക്കറിയാമല്ലോ ഗാർഡൻ സെൻറ്ററുകളിൽ സീഡുകളായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇനി സീഡുകളായിട്ട് വാങ്ങിച്ച് നടാൻ താല്പര്യമില്ലാത്തവർ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് തൈകൾ വാങ്ങിക്കാൻ കിട്ടും. പല ഗാർഡൻ സെൻറ്ററുകളിലും തൈകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇവിടെ ന്യൂസിലൻഡിലാണെങ്കിൽ നമുക്ക് ബണ്ണിങ്സ് വെയർ ഹൗസ് എന്ന് പറയുന്നതുണ്ട്. അതുപോലെ തന്നെ മൈറ്ററ്റുണ്ട്. അതുപോലെ ഇവിടെ ഓക്ലൻഡിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരു റോജേഴ്സ് ഗാർഡൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അവിടെയാണെങ്കിൽ കുറച്ചും കൂടി ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം കേട്ടോ. ഓക്ലൻഡിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. മാങ്കരലാണ് ആ നഴ്സറി. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ അഡ്രസ്സ് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇട്ടിരിക്കാം. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാത്തവർക്ക്, അറിയത്തില്ലാത്തവർക്ക് അവിടെ പോയി വാങ്ങിക്കാവുന്നതാണ്. ഇനിയുണ്ട് കിങ്സ് പ്ലാന്റ് ബാൺ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ വിത്തുകൾ മുളപ്പിച്ച് ചെറിയ സീഡ്ലിങ്സ് ആയിട്ട് ബണ്ണറ്റ്സ് ആയിട്ട് വിൽക്കുന്നത് കാണാം. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ പല ഫ്ലീ മാർക്കറ്റുകളും ഉണ്ട്. ഒട്ടാരയിൽ, ഇവിടെ സൗത്ത് ഓക്ലൻഡിലാണ്, ഒട്ടാരയിലുണ്ട്, അവൻഡെയിലുണ്ട്, വെസ്റ്റിലേക്ക് പോകുന്ന അവൻഡെയിലുണ്ട്, അതുപോലെ തന്നെ സിറ്റിയിലുണ്ട്. പല സ്ഥലങ്ങളിലും ഇതുപോലെ ഫ്ലീ മാർക്കറ്റുകളുണ്ട്. അതായത് സാറ്റർഡേ മോർണിംഗ് പല സ്ഥലങ്ങളിലും മാർക്കറ്റുകളുണ്ട്. അത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ എവിടെയൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഇതുപോലെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സീഡ്ലിങ്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് നടുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനോടത്ത് ഗാർഡൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് ഓർത്താണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇനി അടുത്ത ദിവസം ഞാൻ നടുന്നതൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം താങ്ക് യു വെരി മച്ച്. ബൈ.